ഏട്ടാ, ഏട്ടത്തി! കതകിൽ തട്ടിയുള്ള ആദിയുടെ വിളി കേട്ട് അവർ അകന്നു മാറി. എന്താ പെണ്ണെ? വാതിൽ തുറന്ന് അവൻ ചോദിച്ചു. ഡാ ഏട്ടാ, അമ്മ പറഞ്ഞു കഴിക്കാൻ വരാൻ. ഏട്ടത്തി എവിടെ? നീ പോയിക്കോ, ഞങ്ങൾ വന്നോളാം. അങ്ങനെ ഇപ്പോൾ റൊമാൻസിക്കണ്ട. പ്രായപൂർത്തിയായ ഒരു പെൺകൊച്ചുള്ളതാണ്, അതോർത്താ കൊള്ളാം. ആര് പ്രായപൂർത്തിയായി? നീ ആദ്യം പോയി മൊട്ടേന്ന് വിരിയേ. മാറി നിൽക്കട ഏട്ടാ. അവനെ തള്ളി മാറ്റി അവൾ അകത്തേക്ക് കയറി. വാ ഏട്ടത്തി. ഭദ്രയുടെ കയ്യിൽ പിടിച്ചവൾ പുറത്തേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് അവനെ നോക്കി കൊഞ്ഞനം കുത്തി. പോടി, നിന്നെ ഞാൻ എടുത്തോളാം. എനിക്ക് നടക്കാനറിയാം. അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് പിറകെ പോയി. ആഹാരം കഴിച്ചു കഴിഞ്ഞ് വിമലയ്ക്കൊപ്പം അവൾ പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ സഹായിച്ചു. അടുക്കളയിൽ തന്നെ നിന്നു. മതി മോളെ, മോള് മുറിയിലേക്ക് പോയിക്കോ, ബാക്കിയൊക്കെ രാവിലെ ചെയ്യാം. ശരി അമ്മേ. അവൾ പോകാൻ തിരിഞ്ഞു. മോളെ, ദേ ഈ പാലുകൂടി കൊണ്ടുപോയിക്കോ. അവർ അവളുടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് കൊടുത്തു. തലയാട്ടി അത് വാങ്ങി അവൾ മുറിയിലേക്ക് നടന്നു. കുറച്ചു ദിവസം മുൻപ് ഇതുപോലെ ഒരു ഗ്ലാസ് പാലുമായി അവൻ്റെ മുറിയിലേക്ക് പോയതും പാല് ഒറ്റ വലിക്ക് കുടിച്ചതും അവനോട് വഴക്കുണ്ടാക്കിയതുമൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതൊക്കെ ഓർത്തപ്പോൾ അവൾ അറിയാതെ ചിരിച്ചു പോയി. അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നപ്പോൾ അനന്തൻ മുറിയിലില്ലായിരുന്നു. നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചുവിട്ട് അവൾ ഗ്ലാസ് ടേബിളിൽ വെച്ച് കട്ടിലിലേക്ക് കയറി കിടന്നു. കണ്ണുകൾ അടച്ചു. അവളുടെ നെഞ്ച് പടപടാ മിടിക്കാൻ തുടങ്ങി. മുഖം ആകെ അരുണഭയമായി. അവൻ വരുന്നതിന് മുൻപ് ഉറങ്ങിയതായി കിടക്കണം, ഇല്ലേ കൈവിട്ടു പോകും. നെഞ്ചിൽ കൈവച്ച് ശ്വാസം നിയന്ത്രിച്ചു അവൾ. ഇതിപ്പോൾ പൊട്ടുമല്ലോ. അനുസരണയില്ലാത്തൊരു ഹൃദയം. അവൻ വരാന്തയിലിരുന്ന് ഡെന്നിക്ക് കോൾ ചെയ്യുകയായിരുന്നു. ഡാ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലട നന്ദ, ഞാൻ അവനെ അപ്പോൾ തന്നെ വിട്ടു. കല്യാണം മുടക്കാനായി മണ്ഡപത്തിന് പുറത്ത് വരെ അവൻ എത്തി. അപ്പോൾ തന്നെ പിടിയിലായി. രാഹുൽ എന്നാ അവൻ്റെ പേര്. രാധികയുടെ മകനാ. അമ്മയും മോനും തുനിഞ്ഞിറങ്ങിയേക്കുവാ. ഭദ്രയോടൊപ്പം എപ്പോഴും ഉണ്ടാവണം നീ, കേട്ടോ? താങ്ക്സ് ഡാ. താങ്ക്സ് നിന്റെ പട്ടിക്ക് കൊണ്ടുപോയി കൊടുക്ക്. അല്ല പിന്നെ, വെച്ചിട്ട് പോടാ. ആ പെൺകൊച്ചവിടെ കാത്തിരിക്കുകയായിരിക്കും. എന്നാ ശരിടാ. ഡാ അനന്ത മോനെ, എൻ്റെ പെങ്ങളെ രാവിലത്തേക്ക് ബാക്കി വെച്ചേക്കണേ. ആലോചിക്കട്ടെ. ചിരിയോടെ പറഞ്ഞവൻ കോൾ കട്ട് ചെയ്തു. കോൾ കട്ട് ചെയ്യുമ്പോൾ ഡെന്നീസിൻ്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു ഒരു പുഞ്ചിരി. ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ അനന്തൻ ഭദ്രയെ. അവൻ്റെ പ്രണയത്തെ അവന് തന്നെ കിട്ടി. ചെറിയൊരു സൂചന കിട്ടിയിരുന്നു കല്യാണം മുടക്കാൻ രാധിക ഇറങ്ങുന്നുണ്ട് എന്ന്. അതാ ഒന്ന് കരുതിയിരുന്നത്. കറക്റ്റ് എൻ്റെ മുന്നിൽ തന്നെ വന്നു വീണു അവൻ. രണ്ട് കൈയും തല്ലിയൊടിച്ചിട്ടുണ്ട്. എൻ്റെ അനന്തൻ്റെ സന്തോഷം ഇല്ലാതാക്കാൻ ആര് വന്നാലും ഇത് തന്നെയാവും ഫലം. അനന്തൻ്റെ സന്തോഷത്തിന് വേണ്ടി ഈ ഡെന്നീസ് ഏതറ്റം വരെയും പോവും. അവൻ ഡയറി എടുത്തു. ഫസ്റ്റ് പേജ് തുറന്നു. അതിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. നിൻ്റെ അനുവേട്ടൻ്റെ കല്യാണമായിരുന്നു മോളെ എന്ന്. നല്ല കുട്ടിയാ ഭദ്ര. എൻ്റെ മോളെ പോലെ തോന്നിച്ചു ഏട്ടന് ഭദ്രയെ കണ്ടപ്പോൾ. അനന്തന് നല്ല പോലെ ചേരും. എൻ്റെ കുട്ടിക്ക് സന്തോഷമായില്ലേ? അവൻ ആ ഫോട്ടോയിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ അനിയത്തി. അനിയത്തിയല്ല, മകളായിരുന്നു. കൊന്നു, ക്രൂരമായി. ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടു. ഒരുപാട് അന്വേഷിച്ചു ആരാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തതെന്നറിയാൻ. അതിനുവേണ്ടിയാ ഈ പോലീസ് കുപ്പായം വരെ സ്വന്തമാക്കിയത്. ഒരു തെളിവുമില്ലാതെ എൻ്റെ കുഞ്ഞിനെ കൊന്നവർമാർ ജീവിക്കുന്നു. ഈ ഡെന്നീസ് കണ്ടുപിടിക്കും. ഏതറ്റം വരെ വേണേലും പോകും. ആരായാലും ഏട്ടൻ അവരെ വെറുതെ വിടില്ല മോളെ. അവൻ ഫോട്ടോ ഡയറിയിലേക്ക് തന്നെ വെച്ചു. കട്ടിലിലേക്ക് കയറി കിടന്നു. കണ്ണുകൾ അടച്ചു. അനന്തൻ മുറിയിൽ ചെല്ലുമ്പോൾ കാണുന്നത് മൂടി പുതച്ച് കിടക്കുന്ന ഭദ്രയെയാണ്. അവളുടെ കിടത്തം കണ്ട് അവന് ചിരി വന്നു. അവളുടെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് മനസ്സിലായി അവൾ ഉറങ്ങിയിട്ടില്ലെന്ന്. അവനൊരു കുസൃതി തോന്നി. അയ്യോ! അവൻ്റെ നിലവിളി കേട്ട് അവൾ ചാടി എഴുന്നേറ്റു. എന്താ നന്ദേട്ടാ? ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവനെ കണ്ടത് അവൾ തലയിൽ കൊട്ടി. പണി പാളിയല്ലോ. എന്തേ? അവൻ ചോദിച്ചു. ഒന്നുമില്ല. ചുമൽ കൂച്ചി അവൾ പറഞ്ഞു. ഇങ്ങ് വാ. ഇല്ല. വാടി. അവൾ ഇല്ലെന്ന് തലയാട്ടി. അവൻ അവളുടെ കൈപിടിച്ച് വലിച്ച് നെഞ്ചിലേക്കിട്ടു. അവൾ അവൻ്റെ നെഞ്ചിലടിച്ച് നിന്നു. വാവേ, അവൻ മൃദുവായി വിളിച്ചു. ഇങ്ങോട്ട് നോക്ക്. അവളുടെ മുഖം പിടിച്ചുയർത്തി അവൻ്റെ അതരങ്ങൾ അവളുടെ മിഴികളിൽ പതിഞ്ഞു.
കണ്ണുകൾ അടച്ചവൾ അത് ഏറ്റുവാങ്ങി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലമർന്നു. അവളും നീങ്ങി. കാൽവിരൽ കുത്തി നിന്നു. അവളുടെ അതരങ്ങൾ അവൻ കവർന്നെടുത്തു. അവളും അത് ആഗ്രഹിച്ചിരുന്നു. രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചു. പെട്ടെന്ന് അവൻ അവളിൽ നിന്നും മടർന്നു മാറി. അവളെ കൈകളിൽ കോരി കട്ടിലേക്ക് കിടത്തി. അവനും അടുത്ത് കിടന്നു. ക്ഷീണമുണ്ടാവില്ലേ, ഉറങ്ങിക്കോ. അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വീണു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭദ്ര അനന്തൻ്റെ നെഞ്ചിൽ കിടക്കുകയായിരുന്നു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൾ മുഖമുയർത്തി അവൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി. അവൻ്റെ മൂക്കിലും അതരങ്ങളിലും അതരങ്ങൾ ചേർത്തു. പെട്ടെന്ന് അവൻ മറിഞ്ഞ് അവളെ അടിയിലാക്കി. എന്തേ? അവൻ പുരികം പൊക്കി ചോദിച്ചു. ഒന്നുമല്ല, അവൾ തലവെട്ടിച്ച് പറഞ്ഞു. നന്ദേട്ട മാറിയേ, ഞാൻ എഴുന്നേക്കട്ടെ. ഉറങ്ങിക്കിടന്ന് എന്നെ ഉമ്മ വെച്ചുണർത്തിയിട്ട് പോട്ടേന്നോ? പ്ലീസ് നന്ദേട്ടാ, താമസിച്ച അമ്മ എന്ത് കരുതും? ഒന്നും കരുതില്ല. അവൾ അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ നോക്കിയതും കയ്യിൽ പിടിച്ചവൻ വലിച്ചു. കൃത്യം അവൻ്റെ നെഞ്ചിൽ ചെന്ന് വീണു അവൾ. അവൻ കൈയെടുത്ത് അവളെ ലോക്ക് ചെയ്തു. എന്താ ഉദ്ദേശം? തികച്ചും ദുരുദ്ദേശം. അവൻ തലകുനിച്ച് മുഖം അവളിലേക്ക് അടുപ്പിച്ചു. പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി ബാത്റൂമിൽ കയറി വാതിലടച്ചു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും കേട്ടോ. ചെറുചിരിയോടെ അവൻ ബെഡിലേക്ക് തന്നെ കിടന്നു. ബാത്റൂമിൻ്റെ വാതിലിനപ്പുറം നിന്ന അവളുടെ ചുണ്ടിലും അപ്പോൾ ചെറുചിരിയുണ്ടായിരുന്നു. അവൾ കുളിച്ചിറങ്ങുമ്പോൾ അവൻ മുറിയിലുണ്ടായിരുന്നില്ല. മുടി തോർത്ത് വിടർത്തിയിട്ട് നെറ്റിയിൽ കുഞ്ഞു പൊട്ടും സീമന്തരേഖയിൽ സിന്ദൂരവുമിട്ട് അവൾ പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ ശബ്ദം കേട്ടവൾ അങ്ങോട്ട് നടന്നു. വിമല ഇഡലിത്തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കുകയായിരുന്നു. അമ്മേ, മോൾ എഴുന്നേറ്റോ? നല്ല മഞ്ഞുണ്ട്. എന്തിനാ മോളെ രാവിലെ തല നനച്ചേ? കോളേജിൽ പോകുമ്പോൾ എന്നും തല നനയ്ക്കാറുണ്ട്. അതൊരു ശീലമായി. ദാ ആ കപ്പിൽ കാപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചോ. നന്ദേട്ടന്? അവൻ രാവിലെ ഓടാൻ പോകും മോളെ. വന്നിട്ടേ കാപ്പി കുടിക്കുള്ളൂ. മോള് കുടിക്ക്. കാപ്പി കുടിച്ച് ഗ്ലാസ് കഴുകി വെച്ച് വിമലയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് തോളിലേക്ക് തല ചായച്ചു. എന്താടാ? ഞാൻ എന്താ അമ്മ ചെയ്യണ്ടേ? മോളുടെ അച്ഛൻ പറഞ്ഞായിരുന്നു ഈ കാന്താരിക്ക് ഒന്നും അറിയില്ലെന്ന്. ഇപ്പോൾ എല്ലാം കണ്ടുപിടിച്ചു. അമ്മേ, മുത്തശ്ശനെവിടെ? രാവിലെ ഇവിടെ കാണേണ്ടതാണല്ലോ. എണീറ്റ് വന്ന് കാപ്പി കുടിച്ച് പിന്നെയും പോയി കിടന്നു. അമ്മേ, എന്നാൽ ഞാൻ പോയി മുറ്റടിച്ചിട്ട് വരാം. ഒന്നും ചെയ്യാതിരിക്കുന്നത് എങ്ങനെയെന്നോർത്ത് അവൾ ചോദിച്ചു. പൊക്കോ, അവർ ചിരിയോടെ പറഞ്ഞു. അവൾ അടുക്കള വശത്തൂടെ പുറത്തേക്കിറങ്ങി. ചെടികൾ പൂവിട്ട് നിൽക്കുന്നത് അവൾ നോക്കി. ഇലകളിൽ മഞ്ഞുതുള്ളികൾ ഉമ്മ വെച്ച് പുലുക്കി കടന്നു പോകുന്നത് അവൾ വിടരുന്ന കണ്ണുകളോടെ നോക്കി നിന്നു. അടുക്കള വശത്ത് ചാരി വെച്ചിരുന്ന ചൂലെടുത്തവൾ മുറ്റത്തേക്ക് നടന്നു. മുറ്റം നിറയെ മുറ്റത്ത് തണൽ വിരിച്ച മാവിൻ്റെ ഇലകളായിരുന്നു. അവയെല്ലാം അവൾ ശ്രദ്ധയോടെ വൃത്തിയാക്കി. തലയുയർത്തിയതും ജോഗിങ് കഴിഞ്ഞ് വിയർത്തൊലിച്ച് കയറി വരുന്ന നന്ദനിൽ കണ്ണുകൾ തങ്ങി നിന്നു. അവൻ അടുത്തേക്ക് വന്നതും അവൾ ചൂല് പിറകിലേക്ക് പിടിച്ചു. അവൻ അടുത്ത് വന്ന് നിന്നു. ആ തണുപ്പിലും അവളുടെ മൂക്കിൻ തുമ്പിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. എന്താ ഭാര്യ നിന്ന് സ്കാൻ ചെയ്യുന്നേ? ഞാൻ നിന്റെ കെട്ടിയോൻ തന്നെയാടി. ഞാനിങ്ങും നോക്കിയില്ല. നോക്കാൻ പറ്റിയ ആള്. അതും പറഞ്ഞവൾ മുഖം വെട്ടിച്ചതും അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖമമർത്തിയതും ഒരുമിച്ചായിരുന്നു. അവൻ്റെ ദേഹത്തിൽ നല്ല തണുപ്പായിരുന്നു. പല്ലുകൾ അവളുടെ കഴുത്തിലേക്ക് അവൻ വേദനിപ്പിക്കാതെ അമർത്തി. അവൾ അവനെ തള്ളി മാറ്റി അകത്തേക്കോടി. ഡി, ഒരു കോഫി മുറിയിലേക്ക് എടുക്ക്. ഓടുന്ന അവളെ നോക്കി അവൻ വിളിച്ചു പറഞ്ഞു. അവൾ കിതച്ചുകൊണ്ട് ഭിത്തിയിൽ ചാരി നിന്നു. അവൻ്റെ ചുണ്ടിൻ്റെ ചൂട് ഇപ്പോഴും കഴുത്തിലുണ്ടെന്ന് തോന്നി അവൾക്ക്. മോളെ! വിമലയുടെ വിളി കേട്ടവൾ അടുക്കളയിലേക്ക് നടന്നു. മോളെ, ദാ ഈ കോഫി അവന് കൊടുത്തിട്ട് വാ. ഞാൻ പോയി ആ മടിച്ചു പെണ്ണിനെ എഴുന്നേൽപ്പിക്കട്ടെ. കോഫി കപ്പ് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് വിമല ആദിയുടെ അടുത്തേക്ക് പോയി. അവൾ പതിയെ മുറിയിലേക്ക് നടന്നു. അവൾ ചെല്ലുമ്പോൾ അവൻ ബാത്റൂമിലായിരുന്നു. ശ്വാസം വലിച്ചു വിട്ട് കോഫി ടേബിളിൽ വെച്ച് പുറത്തിറങ്ങാൻ നോക്കിയതും അവൻ പുറത്തേക്കിറങ്ങിയതും ഒരുമിച്ചായിരുന്നു. അവൻ പെട്ടെന്ന് അവളെ ഇടുപ്പിൽ പിടിച്ച് മാറ്റി നിർത്തി വാതിൽ ചേർത്തടച്ചു. പിന്നെ അവൾക്ക് നേരെ നടന്നു. കുളി കഴിഞ്ഞ് വെള്ളത്തുള്ളികൾ അവൻ്റെ നഗ്നമേനിയിൽ ഒഴുകി നടക്കുന്നത് കൗതുകത്തോടെ അവൾ നോക്കി. ഇങ്ങനെ ചോര ഊറ്റാതടി പെണ്ണെ. അവൻ അവളെ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. അവളുടെ നിശ്വാസം അവൻ്റെ നെഞ്ചിൽ തട്ടി.